എടി സോഫിയെ, നമ്മുടെ ആ ത്രേസി ഇപ്പൊ പള്ളിയിലോട്ടൊന്നും കാണാനില്ലല്ലോടി. പുതുപ്പെണ്ണ് വന്നപ്പോ അവൾക്കിപ്പോ പള്ളിക്കാരൻ പട്ടക്കാരൊക്കെ വേണ്ടാതായോ? അതിപ്പം നാണക്കേടില്ലാണ്ടിരിക്കുവോ അന്നാമ്മേ? പഠിക്കാൻ വിട്ട ചെക്കനല്ലേ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. അതിന് അവനല്ലല്ലോടി, അവിടുത്തെ മൂത്തവനല്ലേ ആ പെങ്കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. എന്നാലും എന്ത് കണ്ടിട്ടാണാവോ ആ പെങ്കൊച്ചി കടുങ്കൈ ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ അത് ശരിയാ ചേട്ടത്തി, അവൻ്റെ തൊള വീണ ഒരു ട്രൗസറും പിന്നെ എന്നതാ അതിന് പറയുന്നത്, ആ ടാറ്റു, അതൊക്കെ വാരിപ്പൂശിയല്ലേ നടപ്പ്. അവനെ കണ്ടാലേ അറിയാം ആളത്ര വെടുപ്പല്ലെന്ന്. ആ എന്നാ ചെയ്യാനാ ചേട്ടത്തി, ആ കൊച്ചിൻ്റെ വിധി, അല്ലാതെന്താ. അല്ലടി സോഫി, ആ കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് മാസം 6 ആയില്ലേ, ഇതുവരെ കെട്ടൊന്നും നടത്തിയില്ലല്ലോ. അല്ല, രണ്ടും ഒരേ വീട്ടിൽ തന്നെയല്ലേ കഴിയുന്നത്. കഴിപ്പും കുടിപ്പൊക്കെ ഒരേ വീട്ടിൽ തന്നെയാണെന്നേ. മൂത്തവൻ ഇതുവരെ പെണ്ണ് കെട്ടിയില്ലല്ലോ, അതുകൊണ്ടാ ഇവനെ കെട്ടിക്കാത്തത്. അങ്ങനെ തെക്കേൽ അമ്മിണി എന്നോട് പറഞ്ഞത്. ഉവ്വ, തല്ലും ബഹളമായിട്ട് നടക്കുന്ന അവന് പെണ്ണ് കിട്ടിയത് തന്നെ. എൻ്റെ കർത്താവേ, ആ തെമ്മാടിക്കൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാ? ചേട്ടത്തി, ഉച്ചക്കത്തേക്ക് ബീഫാണോ അതോ ചിക്കനാണോ എടുക്കേണ്ടത്? ബീഫ് എടുത്താൽ മതി കൊച്ചേ, ചിക്കൻ നമുക്ക് രാത്രിയിലേക്ക് എടുക്കാം. അല്ല ചേട്ടത്തി, ഈ പഴങ്കഞ്ചി ഇന്ന് വേണോ? അതെടുത്ത് ഞാൻ കാടിയിൽ തട്ടട്ടെ? എൻ്റെ പൊന്ന് രാധികെ, നീ അതവിടെ വെച്ചേക്ക്. വെറുതെ എന്നാത്തിനാ രാവിലെ തന്നെ ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്നത്? എന്നാലും ഈ കൊച്ചിൻ്റെ ഓരോരോ ശീലങ്ങളെ. അല്ല ചേട്ടത്തി, ആ ഊസേപ്പ് കൊണ്ടൊന്നും ആലോചനയില്ലേ? അതിൻ്റെ കാര്യം എന്നായി? ഇതെങ്കിലും നടക്കുവോ? ഓ, അതൊന്നും നടക്കാൻ പോണില്ല കൊച്ചേ. ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് കെട്ട് നടക്കില്ലല്ലോ. അറിയാൻ പോലും അവൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയില്ല. ഇങ്ങനെ പോയാ ആജീവനാന്തം പള്ളിയിൽ പോകാൻ കഴിയാതെ ഞാനിവിടെ ഇരിക്കത്തതേ ഉള്ളൂ. പക്ഷെ ചേട്ടത്തി കാണിച്ചത് അബദ്ധമായി പോയെന്നേ ഞാൻ പറയൂ. ജോണിക്കുട്ടി മിന്നു കിട്ടാതെ പള്ളിയിൽ കയറില്ലെന്ന് വെറുതെ എന്തിനാ പ്രതിജ്ഞ എടുക്കാൻ പോയത്? പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ കൊച്ചെ നീ പറയുന്നത്? ഒരുത്തനുണ്ടാക്കി വെച്ച നാണക്കേട് കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ പള്ളിയിലേക്ക് ചെന്നേച്ചാലും മതി. മുഖത്ത് നോക്കി ചിരിച്ചിട്ടേ മാറി നിന്ന് കുറ്റം പറയുന്നതാ എല്ലാവർക്കും ഇഷ്ടം. എനിക്കതൊന്നും കാണാനുള്ള ത്രാണിയില്ലെന്നേ. അമ്മച്ചി, ഓ, രാവിലെ തന്നെ എങ്ങോട്ടേ കാണാവോ ഈ കത്തിവേഷത്തില്? കത്തിവേഷോ? ആ, അല്ലെങ്കിലും അമ്മച്ചിക്കൊരു ഫാഷൻ സെൻസും ഇല്ല. എൻ്റെ മോനെ, അത് ഇത്തിരി കൂടിപ്പോയതിൻ്റെ അസുഖമുണ്ട്. അമ്മച്ചി രാവിലെ എനിക്കിട്ട് ഊതാൻ നിൽക്കാതെ കഴിക്കാനെടുക്ക്, എനിക്ക് കളക്ഷന് പോകേണ്ടതാ. ഓ പിന്നെ, വട്ടിപ്പലിശ പിരിക്കാൻ പോണത് വലിയ ഉദ്യോഗമല്ലേ? എൻ്റെ ജോണിക്കുട്ടി, നിന്നോട് എത്ര നാളായിട്ട് ഞാൻ പറയുന്നു ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല ബിസിനസ്സും തുടങ്ങാൻ. അമ്മച്ചിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ ജോണിക്കുട്ടി എന്ന് വിളിക്കരുതെന്ന്. അമ്മച്ചി കാരണമേ കവലയിൽ പലരും ഇപ്പം എന്നെ ഇങ്ങനെയാ വിളിക്കുന്നത്. ഓ, ആനക്കാര്യത്തിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു ചേനക്കാര്യം. ആ, എന്നതാണേലും തൽക്കാലം ഈ ജോലി നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ ഏത് പണി ചെയ്താലാ ഇത്രയും ലാഭം കിട്ടുന്നത്? ഹാ, അല്ലേലും നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇല്ല. അപ്പോഴേ വെറുതെ ഇങ്ങനെ വായിട്ടരച്ച് എനർജി കളയാതെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേണ്ട ത്രേസി കൊച്ചേ. രാധികെ, ആ കാടിവെള്ളം ഇങ്ങോട്ടെടുത്ത് വെച്ചേക്ക്. ഇവിടെ ഒരു മാട് വന്നിരിപ്പുണ്ട്. വയറ് നിറച്ച് കുടിക്കട്ടെ. രാവിലെ തന്നെ കണ്ടവൻ്റെ മെക്കിട്ട് കയറാനുള്ളതല്ലേ. കുഞ്ഞെ, നല്ല പാലപ്പവും മുട്ട റോസ്റ്റും ഉണ്ട്. ചേച്ചി കഴിക്കാനെടുക്കട്ടെ? ഓ, അതൊന്നും വേണ്ട ചേച്ചി, നമുക്കിതൊക്കെ മതിയേ. അയ്യോ, പറയുന്ന കേട്ടാ തോന്നി ഇവിടെ നിന്ന് കഴിക്കാനില്ലാഞ്ഞിട്ടാണെന്ന്. ഹോ, ഇങ്ങനെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തൊരു പിശുക്കൻ. ഇക്കാലത്തെ ഇച്ചിരി പിശുക്കത്തരം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എൻ്റെ ത്രേസി കൊച്ചേ. ഉവ്വ, ഇത് അഷ്ടിക്ക് വകയില്ലാത്ത കുടുംബമാണല്ലോ. ഹ, 10-20 തലമുറയ്ക്ക് ജീവിക്കാനുള്ള വകയെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ ജീവിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട്. ഓ, മതി എൻ്റെ ത്രേസി കൊച്ചേ, രാവിലെ തന്നെ ചെവിക്കീഴിൽ വന്ന് മൂളാതെ. അല്ല, അപ്പച്ചനിതിവിടെ പോയി? രാവിലെ മുതൽ ഇവിടെങ്ങും കാണാനില്ലല്ലോ. ആ, അത് ഞാൻ ആ പറമ്പിലെങ്ങാനും കാണും. ഇന്നലെ ആ നാരായണനോട് പറയുന്നുണ്ടായിരുന്നു വാഴയ്ക്കൊക്കെ തടവെടുക്കണമെന്ന്. ഷെടാ, ഈ അപ്പച്ചൻ്റെ ഒരു കാര്യം. ഈ കാലത്ത് വാഴക്കൃഷിയൊക്കെ ഒരു ബിസിനസ്സാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ എൻ്റെ കൂടെ ചിട്ടിക്കമ്പനിയിലേക്ക് വരാനെന്ന്. എവിടുന്ന്, ആര് കേൾക്കാൻ? എന്നിട്ട് രാവിലെ തൂമ്പയെടുത്ത് ഇറങ്ങിയേക്കുന്നു. തൽക്കാലവേ
അത് ഞാൻ ആ തൂമ്പ എടുത്ത് നടന്നോളും. മോൻ ഒരുപാടങ്ങ് സഹായിക്കണ്ട. ഓ വേണ്ടെങ്കി വേണ്ട. അല്ല, റോണി എന്തിയേ? അവനിതുവരെ കഴിക്കാൻ വന്നില്ലല്ലോ. ആ അവനാ മെർലിൻ കൊച്ചിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. എന്നതാ? അവൻ ആരെ വിളിക്കാൻ പോയിന്നാ നീ പറഞ്ഞത്? ഷെടാ, അമ്മച്ചിക്ക് എന്നതാ ചെവി കേട്ടൂടെ? അവനെ ആ കൊച്ചിനെ വിളിക്കാൻ പോയതാ. ഒന്നുമില്ലെങ്കിലും അവന്റെ കൊച്ചല്ലേ, അതിനെ കെയർ ചെയ്യേണ്ടത് അവന്റെ കടമയല്ലേ? എന്റെ കർത്താവേ, ഇന്ന് ഞാൻ ആ കുരുത്തം കെട്ടവന്റെ കാല് തല്ലി ഓടിക്കും. ഹായ് ബേബി. അല്ല, എന്താണ് പതിവില്ലാതെ ഇങ്ങോട്ടൊരു വരവ്? അമ്മച്ചി കണ്ടാലുണ്ടല്ലോ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറും. അതൊന്നും ഇല്ല പെണ്ണെ, അമ്മച്ചി അടുക്കളയിലാണെന്ന് ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഒന്ന് അടങ്ങിയിരിക്കേ. ദേ റോണിച്ച, വേണ്ടാട്ടോ. അമ്മച്ചി എങ്ങാനും ഇങ്ങോട്ട് വന്ന അടി കിട്ടുവേ. അമ്മച്ചി ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ല പെണ്ണെ, നീ ഒന്ന് സമാധാനിക്കേ. അല്ല, എന്താണ് ഇന്ന് കാര്യമായിട്ട് തിളങ്ങിയിട്ടുണ്ടല്ലോ? ഞാനോ? പിന്നല്ലാതെ, നിനക്കിപ്പോൾ വല്ലാതെ ഭംഗി കൂടുന്നുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. പിന്നെ പിന്നെ ഒന്ന് പോ റോണിച്ച. ഹാ, അവിടെ നിൽക്കൻ്റെ പെണ്ണെ. ദേ റോണിച്ച, അമ്മച്ചി കണ്ട കളി കാര്യമാവേ. നിന്റെ ഇച്ചായം പറഞ്ഞതുകൊണ്ട് മാത്രമാ ഒരുമിച്ചുള്ള യാത്ര പോലും അമ്മച്ചി സമ്മതിച്ചത്. ഇങ്ങനെ പോയാ നമ്മളെ ഒരുമിച്ച് കോളേജിലേക്ക് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, മനുഷ്യനൊന്ന് റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോൾ അത് നശിപ്പിക്കാതെ ബേബി. റോണിച്ച, വേണ്ട. എന്നാലേ എനിക്ക് വേണം. ഇറങ്ങട, ഇറങ്ങ കിട്ടാനെ. ആരോട് ചോദിച്ചിട്ടാടാ നീ ഇതിനകത്തേക്ക് കയറിയത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ റൂമിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോരുതെന്ന്. അല്ല, ഞാൻ ഈ വഴി പോയപ്പോ വെറുതെ. എന്തോന്ന്? അത് പിന്നെ അമ്മച്ചി ഇവളെ കഴിക്കാൻ വിളിക്കാൻ വന്നതാ. പിന്നെ നീ വന്ന് വിളിച്ചില്ലെങ്കിൽ ഇവള് കഴിക്കാൻ വരില്ലല്ലോ. ഇമാതിരി വേഷം കെട്ടലൊക്കെ മോന്റെ കയ്യിലങ്ങ് വെച്ചിരുന്നാ മതി, അതിങ്ങോട്ട് ഇറക്കണ്ട. എന്റെ പൊന്നമ്മച്ചി, ബഹളം വെക്കാതെ. അമ്മച്ചി ഉദ്ദേശിക്കുന്നത് പോലൊന്നും ഇല്ല. നീ കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണം ഈ റൂമിന്ന്, ഇല്ലെങ്കിൽ അടിച്ചിറക്കാൻ എനിക്കറിയാം. അയ്യോ, ഞാൻ പൊക്കോളാവേ. നിന്നോടിനി പ്രത്യേകിച്ച് പറയണമായിരിക്കും. കഴിക്കാൻ വരാൻ നോക്ക് പെണ്ണേ. ചേച്ചി ഇവിടെ. എൻ്റെ ഇസക്കൊച്ചേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തനിച്ച് വീട്ടിലേക്ക് വന്നോളാന്ന്. പിന്നെ എന്തിനാ നീ ഇവിടം വരെ ഒറ്റയ്ക്ക് വന്നത്? അത് പിന്നെ ചേച്ചിക്ക് കൂട്ടാവൂന്ന് വെച്ചല്ലേ. അതുമല്ല, എനിക്ക് കവലയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ചേച്ചി ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം. ഓ, അപ്പൊ എനിക്കിട്ട് പണിതല്ലേ? ദേ, ഇച്ചായനാണെന്നൊന്നും ഞാൻ നോക്കുകയല്ല, തലമണ്ട ഞാൻ തല്ലി പൊട്ടിക്കും. നിങ്ങൾ എന്തു ദുഷ്ടനാടോ മനുഷ്യ. നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ കാണാൻ പോയത്. എന്നിട്ട് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഷെടാ, മനഃപൂർവ്വം അല്ലടാ ഉവ്വേ. അമ്മച്ചി എൻ്റെ ചെവി തിന്നാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് റൂട്ട് മാറ്റി വിട്ടതല്ലേ. ഹോ, എൻ്റെ നെഞ്ചത്തേക്ക് തന്നെ റൂട്ട് തിരിച്ച് വിടണം. ഹാ, നീ ഒന്ന് അടങ്ങ് കൊച്ചനെ. ഇതത്ര വലിയ കാര്യമാണോ? ദേ, ഇച്ചായെന്ന് വിളിച്ച വാ കൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അങ്ങേരുടെ ഒരു കൊലച്ചിരി. എന്നതാണേലും കഷ്ടമുണ്ട് ഇച്ചായ. ഒന്നുമില്ലെങ്കിലും ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന പെണ്ണല്ലേ അവള്. അവളെ ഞാനൊന്ന് കാണുന്നതിന് അമ്മച്ചിക്ക് എന്താ?
എന്തോ? എങ്ങനെ? ആര് വിളിച്ചിറക്കി കൊണ്ടുവന്നെന്ന്? അവളെ കെട്ടണമെന്നും പറഞ്ഞ് എൻ്റെ മുന്നിൽ പട്ടിയെ പോലിരുന്ന് മോങ്ങിയപ്പോഴേ പാതിരാത്രിക്ക് ആരും അറിയാതെ ആ കൊച്ചിൻ്റെ വീടിൻ്റെ മതിൽ ചാടിയത് ഈ ഞാനാ. എന്നിട്ട് കഷ്ടപ്പെട്ട് ആ കൊച്ചിനെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോൾ കണ്ടതേ സ്റ്റിയറിങ്ങിനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന എൻ്റെ പുന്നാര അനിയനെയാ. അതുകൊണ്ട് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന കഥയൊന്നും പൊന്നുമോ പറയരുത്. അതപ്പോ കരഞ്ഞു കരഞ്ഞ് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതല്ലേ? മതി മതി, ഇനി കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇച്ചാൻ ഒരാൾ കാരണമാണ് അമ്മച്ചി എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. ഇച്ചാനൊന്ന് കെട്ടാതെ എനിക്ക് എൻ്റെ ബേബിയുടെ അടുത്തൊന്നും ഇരിക്കാൻ കൂടി പറ്റില്ല. തൽക്കാലവേ ഇരിപ്പും കിടപ്പും ഒക്കെ കെട്ട് കഴിഞ്ഞിട്ട് മതി. കൂടുതൽ വിളച്ചെടുത്താലേ ഞാൻ അവളെ ഹോസ്റ്റലിലാക്കാൻ അമ്മച്ചിയോട് പറയും. ഹിച്ചായ പ്ലീസ് ചതിക്കരുത്. ഹിച്ചായൻ പറഞ്ഞ അമ്മച്ചി ഉറപ്പായിട്ടും അവളെ ഹോസ്റ്റലിലാക്കും. അറിയാലോ. എന്നാ പിന്നെ മിണ്ടാതിരുന്ന് വല്ലതും മുണുങ്ങ്. ഇങ്ങനെയൊക്കെ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഒരു അവസ്ഥ. എന്നതാ വല്ലതും പറഞ്ഞോ നീ? ഞാനൊന്നും പറഞ്ഞില്ലേ. ബേബി വാ കഴിക്കാം. ഒരു ദിവസം ഒന്ന് കടന്നു പോകാൻ ഞാൻ എന്തൊക്കെ കാണണം എൻ്റെ കർത്താവേ. അയ്യേ അപ്പോ ബേബി എനിക്കിത് വേണ്ട. അമ്മച്ചി വേറൊന്നുമില്ലേ കഴിക്കാൻ? അടുക്കളയിൽ 2 അമ്മ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? അല്ല പിന്നെ മര്യാദക്കിരുന്ന് കഴിക്കു വച്ചേ. എനിക്ക് അപ്പം വേണ്ട. പുട്ട് കിട്ടുമോ അമ്മച്ചി? അതെ, ഇത് ഹോട്ടലും അല്ല, ഞാൻ ഇവിടുത്തെ ഷെഫും അല്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കി വെക്കാൻ. നിനക്ക് വേണമെങ്കിൽ കയറി വല്ലതും ഉണ്ടാക്കി തിന്ന്. ബേബി എന്നതാ അമ്മച്ചി ഇത്? എൻ്റെ ബേബിക്ക് കുക്കിംഗ് അറിയാത്തത് കൊണ്ടല്ലേ? ദേ ചെറുക്ക, എൻ്റെ വാ ചൊറിഞ്ഞു വരുന്നുണ്ട്. അവൾക്കുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലേ പൊന്നുമ്മ കയറി ഉണ്ടാക്കി കൊടുക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ. അമ്മച്ചി ഇങ്ങനാണോ ബേബിയോട് സംസാരിക്കേണ്ടത്? ദേ നോക്ക്, എൻ്റെ ബേബിക്ക് സങ്കടമായി. എടാ പൊന്നുമോനെ, അവളായതുകൊണ്ടാണ് ഞാനിതിൽ ഒതുക്കിയത്. അവൾക്ക് പകരം നീയാണ് ഇതെന്നോട് പറഞ്ഞെങ്കിലേ മറുപടി പറയുന്നത് എൻ്റെ നാക്കായിരിക്കത്തില്ല, കൈ ആയിരിക്കും. ബേബി സാരമില്ല ബേബി, തൽക്കാലം ഇത്തിരി കഴിക്കേ, എന്നിട്ടേ നമുക്ക് പുറത്തു പോയി കഴിക്കാം. പ്രോമിസ്? പ്രോമിസ്. ഇച്ചായ, നീ വന്നോ? കേറി വാടാ, കഴിക്കാം. വേണ്ട ഇച്ചായ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അല്ല, പോയ കാര്യം എന്തായി? ആ പരീതിൻ്റെ കണക്ക് ക്ലിയർ ചെയ്തോ? എവിടുന്ന്? ഇച്ചായം കളത്തിലിറങ്ങാതെ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ആളിപ്പോൾ എവിടെ ഉണ്ട്? നമ്മുടെ കവലയിൽ അവനൊരു ഇറച്ചിവിട്ട് കടയില്ലേ, അവിടെ ഇപ്പോൾ ഉണ്ടെന്നാ നമ്മുടെ പിള്ളേര് പറഞ്ഞത്. എന്നാ ശരി, നമുക്ക് അവനെ അവിടെ പോയി പൊക്കിയേക്കാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ശരി ഇച്ചായ. എൻ്റെ പൊന്നു കൊച്ചനെ, ഇവനോ വഴിവഴിച്ചു പോയി. നിനക്കെങ്കിലും ഒന്ന് നന്നായി കൂടെ? എന്നിട്ട് വല്ല പണിക്കും പോയി ജീവിക്കടാ ചെറുക്ക, വെറുതെ ഇവന്റെ കൂടെ നടന്ന് ജീവിതം തലയ്ക്കാതെ. അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കുവോ? വെറുതെ നന്നായിട്ട് നടക്കുന്ന ചെറുക്കനെ വഴിതെറ്റിക്കാൻ വന്നേക്കുവാ. വർക്കിച്ചോ, എന്നാ ഉണ്ട് വിശേഷം? അല്ല, ഈ ഗുണ്ടാപ്പിരിവൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? വലിയ തരക്കേടില്ലാതെ പോകുന്നടാവേ. അല്ല, നിന്റെ പഠിത്തമൊക്കെ എവിടം വരായി? വല്ലതുമൊക്കെ നടക്കുവോ? പുല്ല് വേണ്ടായിരുന്നു. മോനിപ്പോ സമാധാനമായി കാണുമല്ലോ അല്ലേ? അത് പിന്നെ അമ്മച്ചി, ഞങ്ങൾ ഇറങ്ങുക. ഇനി നിന്നാലേ കോളേജ് എല്ലാം ലേറ്റാവും. ബേബി വാ പോകാം. എൻ്റെ കർത്താവേ, ഇവനൊക്കെ പെണ്ണ് കെട്ടി എങ്ങനെ കുടുംബം നടത്തും? കാര്യം അവനിച്ചിരി വെളിവും വെള്ളിയാഴ്ച ഇല്ലെങ്കിലേ നേരത്തിന് അവനൊരു കൂട്ടിനെ കണ്ടുപിടിച്ചില്ലേ. ചേട്ടനായ നീ എന്തെടുക്കുന്നു? കണ്ടവരുടെ കയ്യിൽ നിന്ന് വട്ടിപ്പലിശയും പിരിച്ച് നടക്കുന്നു. പൊന്നുമോനെ, ഈ കാര്യമെങ്കിലും അവനെ കണ്ടു പഠിക്കാൻ നോക്ക്. ഷെടാ, ഇത്രയും നേരം അവനെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കെതിരെ തിരിഞ്ഞോ? ഞാനുള്ളത് പോലെ പറയും. അവരെ കൊച്ചു പിള്ളേരാ, അതിൻ്റെതായ പക്വതക്കുറവ് അവർക്കുണ്ട്. അതത്ര കാര്യമൊന്നും ആക്കണ്ട. പൊന്നുമോൻ ചെല്ല്, പോയി കണ്ടവരുടെ മെക്കിട്ട് കയറ്. ഡാ, നീ വരാൻ നോക്ക്. ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല.
അല്ല, നീ ഇറങ്ങാറായോടാ ജോണി? ആ, ഇറങ്ങും അപ്പച്ച. അമ്മച്ചി നല്ല ഫോമിലാ, അതുകൊണ്ട് ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പച്ചൻ ചെല്ല്. എൻ്റെ പൊന്നിസാമേ, എത്ര നേരമായിടി ഈ കവലെ തന്നെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. നിനക്ക് വീട്ടിൽ പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? ഒരു 10 മിനിറ്റ് കൂടെ ചേച്ചി, ഇപ്പം തീരും. ഈ കൊച്ചിനെ കൊണ്ട് തോറ്റു. ഹാ, കാശി തിരിച്ചു ചോദിച്ചപ്പോൾ നീ എൻ്റെ പിള്ളേരെടുത്ത് ചെറ്റത്തരം പറയും അല്ലടാ പുല്ലേ. ചേച്ചി ഇവിടെ എന്തെടുക്കുക? വാ, നമുക്ക് പോകാം. നീ ഇത് കണ്ടില്ലേ ഇസാമേ? ആ പാവത്തിനൊരു ഗുണ്ട തല്ലി ചതയ്ക്കുന്നത്. ആരെങ്കിലും ഒന്ന് തടയുന്നുണ്ടോ എന്ന് നോക്ക്. എന്ത് ദുഷ്ട കൂട്ടങ്ങളാ ഇതൊക്കെ. അങ്ങനൊന്നും ആയിരിക്കില്ല ചേച്ചി. ചേച്ചി വാ, നമുക്ക് പോകാം. ഏതവനാടാ? അയ്യോ ചേച്ചി, എന്താ ചേച്ചി കാണിച്ചത്? ഇങ്ങോട്ട് വന്നേ. ഓ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഇച്ചായ, ഇച്ചായ, എന്തെങ്കിലും പറ്റിയോ ഇച്ചായ? അത് അത് പിന്നെ അല്ല, എന്തെയോ പരീത്? അത് പിന്നെ ഇച്ചായന് അടികിട്ടിയ ക്യാപ്പിൽ അയാൾ ഓടി രക്ഷപ്പെട്ടു. ഓ എടാ, എല്ലാരും കണ്ടോ? എന്ത് കണ്ടോന്ന്? നിന്റെ കുഞ്ഞമ്മയുടെ 28 കെട്ട്. ഹാ, അതെപ്പോ? എടാ കോപ്പേ, എന്നെ അവള് കൈവച്ചത് ആരെങ്കിലും കണ്ടോന്ന്? അങ്ങനെ ചോദിച്ചാ അത് ഈ കവലയിലുള്ളവർ മാത്രമേ കണ്ടിട്ടുള്ളൂ. പറക്കിച്ചാ, സോറി ചായ. എന്നാലും എന്നാ ഒരു അടിയാ ചേച്ചി അടിച്ചത്. പല്ല് വല്ലതും ഇളകി വെച്ചായ? പോയി വണ്ടി എടുക്കടാ പുല്ലേ. എടാ ജോണിക്കുട്ടി, നിന്നെ ഏതോ പെങ്കൊച്ച് കവലയിൽ വെച്ച് കൈവച്ചെന്നറിഞ്ഞല്ലോ. എന്നതാടാ ഉവേ പ്രശ്നം?
എൻ്റെ പൊന്നമ്മാവ, വെറുതെ ഇവിടെ നിന്ന് ചിലച്ചേ എല്ലിൻ്റെ എണ്ണം കൂട്ടാതെ പോവാൻ നോക്ക്. ഒന്നാമത്തെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നടക്കുക. ആ ഈ കയ്യിരിപ്പിന് നിനക്കൊക്കെ കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. വാടാ പിള്ളേരെ, നമുക്ക് പോകാം. ഇച്ചായ മതി, ഇതിപ്പോ കുറെ ആയല്ലോ. എടാ വർക്കി, ആരാടാ അവള്? ഏതവള്? ഓ ഓ ഇച്ചായനെ പഞ്ഞിക്കിട്ടത്. ആളെ ഞാനിവിടെ അങ്ങ് കണ്ടിട്ടില്ല ഇച്ചായ, പക്ഷേ ആളിൻ്റെ കൂടെയുള്ള കൊച്ചിനെ എനിക്കറിയാം. ദേ, ഈ നാട്ടിലെ പെമ്പിള്ളാരെങ്ങാനും വായി നോക്കിയോ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിന്നെ നീ നീ നാളെ അവളെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് ഞാൻ ഏറ്റു ഇച്ചായൻ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അവരെ കണ്ടുപിടിച്ച് ഈ അടിക്ക് നമ്മൾ പ്രതികാരം ചോദിച്ചിരിക്കും. അല്ല പിന്നെ എൻ്റെ ഇച്ചായനോടാ കളി. എന്നതാ നീ എന്നതാ പറഞ്ഞത്? ഇച്ചായൻ ഒന്നും ഓർത്ത് പേടിക്കണ്ട ഇച്ചായ. ഇച്ചായൻ്റെ ഒരു കവളിനടിച്ചതിന് പകരം അവരുടെ 2 കവളിനെ നമുക്ക് അടിക്കാം. അവളെ തൊട്ടാ നിന്റെ കൈ ഞാൻ വിട്ടു. അവളെ ഈ ജോണിക്കുട്ടി നോക്കിക്കോളാം. അപ്പൊ പ്രതികാരം വീട്ടണ്ടേ? പ്രതികാരം വീട്ടാൻ ഇതെന്തുവാടാ, സിനിമയോ? അവള് കൊള്ളാടാ. നിന്റെ ഇച്ചായന് പെർഫെക്റ്റ് മാച്ചാ അല്ലേ? എന്നതാ പെർഫെക്റ്റ് മാച്ചോ? നീ ഒന്ന് ആലോചിച്ച് നോക്കടാ വർക്കിച്ച. ഈ കിള്ളിക്കുറിശിയിൽ നിന്റെ ഇച്ചായന് നേരെ കൈ ഉയർത്താൻ പോയിട്ട് നാം ഉയർത്താനെങ്കിലും ഒരാൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഉള്ളപ്പോഴാ അവള് നിന്റെ ഇച്ചായൻ്റെ മോന്ത അടിച്ച് തിരിച്ചത്. ഇത്രയൊക്കെ ധൈര്യമേ ഇച്ചായൻ ആഗ്രഹിക്കുന്നുള്ളടാ. ആ ബെസ്റ്റ്. അഡ്രസ്സ് തപ്പാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പ്രതികാരത്തിനാണെന്ന്. ഇതിപ്പം പ്രണയത്തിനാണോ കർത്താവേ ഞാനൊരു ഹംസം ആകാൻ പോകുന്നത്? എൻ്റെ ഹംസവും താറാവും വാഹനവും എല്ലാം നീയല്ലയോടാ. നീ പറ, ഇച്ചായൻ അവള് ചേരൂല്ലേ? ഓ, അപ്പോ ഇത് വിടാൻ ഉദ്ദേശമില്ല അല്ലേ? നോ, നെവർ. നീ പെട്ടെന്ന് അവളെ കണ്ടുപിടിക്ക്. എന്നിട്ട് വേണം ഇച്ചായന് മിന്നു കെട്ടാൻ. പ്രായം കുറെ ആയില്ലേ? ഞാൻ കെട്ടിയിട്ട് വേണം എൻ്റെ റോണിക്ക് മറിയും കൊച്ചിനെ കെട്ടാൻ. ഈ കാര്യത്തിൽ ഇച്ചായനും അവനും എല്ലാം കണക്കാ. എന്നതാ, നീ വല്ലതും പറഞ്ഞോ? ഓ, ഒന്നും പറഞ്ഞില്ലേ. ഇച്ചായൻ വാ, നമുക്ക് വീട്ടിൽ പോകാം. ബെസ്റ്റ്. ഈ കോലത്തിൽ വീട്ടിലോട്ട് കയറി ചെന്നാലേ അമ്മച്ചി കറിച്ചട്ടി എടുത്ത് തലക്കടിക്കും. അതുകൊണ്ട് വണ്ടി നീ ഗസ്റ്റ് ഹൗസിലേക്ക് വിട്. ഇന്ന് നമുക്ക് അവിടെ തങ്ങാം. എടാ വർക്കിച്ച, അമ്മച്ചി എങ്ങനൊക്കെ കുത്തി ചോദിച്ചാലും ഒന്നും വിട്ടുപറയാൻ നിന്നേക്കരുത്, കേട്ടല്ലോ? ഇന്നലത്തെ കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ലേറ്റ് ആയതുകൊണ്ട് ഗസ്റ്റ് ഹൗസിൽ കിടന്നേ പറയാവൂ. ആ തിരുവാ തുറന്ന് മണ്ടത്തരം ഒന്നും എഴുന്നള്ളിച്ചേക്കരുത്. അതൊക്കെ ഞാൻ ഏറ്റുവച്ചായ. ആ, കണ്ടാ മതി. ആഹാ, തല്ലുകൊള്ളി ജോണിക്കുട്ടി എത്തിയോ? എന്തു പറ്റി? കവലച്ചട്ടമ്മ എന്താ അവിടെ അങ്ങ് നിന്ന് കളഞ്ഞത്? കേറി വാ, അമ്മച്ചി ചോദിക്കട്ടെ. അത് പിന്നെ ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. ആ, അത് ശരിയാ. നല്ല ഒന്നാന്തര അടിയല്ലേ മുഖം അടച്ച് കിട്ടിയത്. അപ്പൊ ക്ഷീണം ഇല്ലാതിരിക്കുവോ? ഏതടി? എന്തടി? അമ്മച്ചി എന്നാത്തിന്റെ കാര്യമാ അപ്പച്ച ഈ പറയുന്നത്? ഇച്ചായനെ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയതാ അമ്മച്ചി പറയുന്നത്. വർക്കിച്ചാ, എന്റെ പൊന്നിച്ചായ, ഇച്ചായനാണ് സത്യം, ഞാനല്ല പറഞ്ഞത്. ഹാ, നീ എന്നാത്തിനാടാ ആ കൊച്ചന്റെ നെഞ്ചത്തോട്ട് കയറുന്നത്? നിനക്കടി കിട്ടിയതറിയാനേ ഈ കിള്ളിക്കുറിശി പഞ്ചായത്തിൽ ഇനി ഒരാൾ പോലും ബാക്കി കാണില്ല. മോന്റെ വീരസാഹസ കഥകളെ നാട്ടുകാർ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അല്ല, പല്ലൊക്കെ അവിടെ തന്നെ ഉണ്ടോ
അതോ അവൾ അടിച്ചിളക്കിയോ? അപ്പച്ചാ മതിയടോ കളിയാക്കിയത്. ഇച്ചായ മിണ്ടിപ്പോരുത്, മിണ്ടിയ കൊല്ലും ഞാൻ. ലൈഫിൽ ആദ്യമായിട്ടാ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ തല കുനിക്കേണ്ടി വന്നത്. അത് നീ കാരണം. എന്നിട്ടും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നില്ലല്ലോ. എന്താടാ പോയ കാര്യം? കിട്ടിയോ? പിന്നെ ഈ വർക്കിച്ചൻ പോയ കിട്ടാത്ത കാര്യമുണ്ടോ? ആളുടെ പേര് ഇവ മറിയമെന്നാ. ചെറിയ പുള്ളിയൊന്നും അല്ല ആളെ. നേഴ്സാ, നേഴ്സ്. നമ്മുടെ പരുത്തിവിളയിൽ പുതുതായിട്ട് താമസത്തിന് വന്ന കറിയാച്ചൻ ചേട്ടനില്ലേ, ആ ചേട്ടൻ്റെ മൂത്ത മോളാ കക്ഷി. ഏത്? നമ്മുടെ കമ്പനിയിൽ നിന്ന് ലോൺ എടുത്ത കറിയാച്ചൻ ചേട്ടൻ്റെയോ? അതെ ഇച്ചായ. ഇച്ചായൻ്റെ ആളെ പഠിപ്പിക്കാൻ വേണ്ടിയാ പുള്ളിക്കാരൻ ലോൺ എടുത്തത്. അങ്ങനെ വെച്ച് നോക്കുമ്പം ആരാ പുള്ളിക്കാരത്തെ പഠിപ്പിച്ചത്? എൻ്റെ ഇച്ചായനാ. ഷോ പോടുന്നു. അച്ചോടാ, അപ്പോഴേക്ക് നാണം വന്നു. അല്ല, നീ ബാക്കി പറ. കറിയാച്ചൻ ചേട്ടൻ്റെ കാര്യം ഇച്ചായനറിയാലോ. പുള്ളിക്കാരനും 2 മക്കളും മാത്രമേ വീട്ടിലുള്ളൂ. പുള്ളിക്കാരൻ്റെ ഭാര്യ പണ്ടേതോ ആക്സിഡൻറ്റിൽ മരിച്ചതല്ലേ. അതിനുശേഷമാണല്ലോ അവരിവിടേക്ക് താമസം മാറിയത്. അല്ല, അപ്പോ ഈ ഇവയെ നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ ചേട്ടത്തി പഠിച്ചതങ്ങ് ബാംഗ്ലൂരിലല്ലേ. ചേട്ടത്തി, അത് കൊള്ളാം. കണ്ടിന്യൂ. താങ്ക് യു. ഇച്ചായ, ചേട്ടത്തിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ചെന്ന് പെണ്ണ് ചോദിക്കുന്നതാവും നല്ലത്. അതെന്താടാ? ഇല്ലെങ്കിലേ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോവും. അല്ല, ഈ കറിയാച്ചൻ ചേട്ടൻ്റെ ഇളയ കൊച്ചിനല്ലേ നീ കുറെ നാളായിട്ട് ട്യൂൺ ചെയ്യാൻ നോക്കുന്നത്? എടാ മഹാഭാബി, എനിക്ക് ഇനിയും തല്ല് വാങ്ങി തരുമോ നീ? ഞാൻ അങ്ങനെ ചെയ്യുമോ ഇച്ചായ? നീ ചെയ്യും, അതിലെനിക്ക് ഒരു സംശയവും ഇല്ല. ഇച്ചായ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തെപ്പറ്റി ചിന്തിക്കാതെ ചേട്ടത്തെ കെട്ടുന്നതിനെ പറ്റി ചിന്തിക്ക്. എടാ, കെട്ടെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാ എടിപിടിയെന്ന് നടത്തുന്നത്? അതിനാദ്യം വീട്ടിൽ പറയണം. എന്ത് പറയണോന്ന്? ചേട്ടത്തെ ഇഷ്ടമാണെന്ന് പറയണം. ഒന്ന് പോടാ പുല്ലേ. എന്നാ ഇച്ചായന് ചേട്ടത്തെ കിട്ടിയത് തന്നെ. വർക്കിച്ചാ? എടാ ജോണിക്കുട്ടി, നീ ഒന്ന് വന്നേ. എന്നതാ അമ്മച്ചി? എങ്ങോട്ടാ? എനിക്കൊന്ന് പുറത്ത് പോണോടാ കൊച്ചനെ. നീ ആ വണ്ടി എടുത്തോണ്ട് വാ. എനിക്കിപ്പോ വരാൻ വയ്യ. ദേ, ഇവനെ കൊണ്ടുപോയിക്കോ. നിന്നോട് വരാൻ പറഞ്ഞ നീ വന്നാ മതി. അല്ല, എവിടേക്കാ പോകേണ്ടത്? 2 ദിവസം മുമ്പേ നിന്റെ മോന്തടിച്ച് തിരിച്ചാ പെങ്കൊച്ചില്ലേ, അതിന്റെ വീട്ടിലേക്കാ പോകേണ്ടത്. അതിന് അമ്മച്ചിക്ക് അവളുടെ വീടറിയോ? ഇല്ല. പിന്നെങ്ങനെ പോകും? അതിനല്ലേ നീ ഉള്ളത്. ഞാനോ? അതിന് എനിക്കെങ്ങും അറിയില്ല അവളുടെ വീട്. എടാ മോനെ ജോണിക്കുട്ടാ, നിന്റെ സ്വഭാവത്തിന് അവളുടെ ജാതകം വരെ നീ ഇപ്പൊ തപ്പിയെടുത്തിട്ടുണ്ടാവും. പിന്നല്ലേ ഒരു വീട്. അമ്മച്ചിക്ക് എങ്ങനെ മനസ്സിലായി ഇച്ചായൻ അതൊക്കെ തപ്പിയെടുത്ത കാര്യം? നിന്റെ ഇച്ചായനല്ലേ ആള്. കിട്ടിയാടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. അതിന് ഇച്ചായൻ പ്രതികാരം ചെയ്യാനല്ലല്ലോ. മതി, അമ്മച്ചി വരാൻ നോക്ക്. ഇനി നിന്നാലേ ലേറ്റ് ആവും. വന്നേ. എന്നാലും ചേച്ചി അയച്ചാനെ കൈ വെക്കേണ്ടിയിരുന്നില്ല. പാവം. എൻ്റെ പൊന്നിസാമോ, ഞാൻ അറിഞ്ഞു അങ്ങേര് നല്ലവനാണെന്ന്. ഒരാളെ ചവിട്ടിക്കൂട്ടുന്നത് കണ്ടപ്പോൾ അറിയാതെ പ്രതികരിച്ചു പോയതല്ലേ. പക്ഷേ അയാൾക്ക് ചേച്ചിയോട് ദേഷ്യമായി കാണില്ലേ? അത്രയും പേരുടെ മുന്നിൽ വെച്ചല്ലേ ചേച്ചി അയാളെ അടിച്ചത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അയാളെ കാണുവാണെങ്കിൽ ഒരു സോറി പറയാം. കാര്യം പറഞ്ഞ അയാൾക്ക് മനസ്സിലാവുമല്ലോ. എന്നാലും ഒരെന്നാലും ഇല്ല. നീ പോയി വല്ല പണിയും നോക്കു വച്ചേ. അല്ല, നീ വരുന്നില്ലേ? അമ്മച്ചിക്കല്ലേ അവളെ കാണേണ്ടത്. പോയി കണ്ടിട്ട് വാ. ഞാനങ്ങും വരുന്നില്ല. വരുന്നില്ലെങ്കിൽ വരണ്ട. ഇവിടെ കാണുമോ ആള്? വലിയ ചാടയിടാതെ അമ്മച്ചിയുടെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു.
റോണിച്ച എന്ത് പറ്റി എൻ്റെ ബേബിക്ക്? ഫേസ് എന്താ ഇത്ര ഡള്ളായിട്ടിരിക്കുന്നത്? അത് പിന്നെ റോണിച്ച ഇച്ചായം വിളിച്ചിരുന്നു. ആഹാ, എന്നിട്ട്? കുറെ പരാതി പറഞ്ഞെന്നേ. ഞാൻ ഇച്ചായനെ ചീറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സങ്കടമായി റോണിച്ച. പോട്ടെ, എൻ്റെ ബേബി സങ്കടപ്പെടണ്ട, നമ്മുടെ ഇച്ചായനല്ലേ. പക്ഷേ ഇച്ചായൻ പറഞ്ഞത് സത്യമല്ലേ റോണിച്ച? നമ്മുടെ കാര്യത്തിന് ഏറ്റവും സപ്പോർട്ട് ചെയ്തത് ഇച്ചായനല്ലേ? എന്നിട്ട് അവസാനം ഒരു വാക്ക് പോലും പറയാതെ ഞാൻ പറ്റിച്ചില്ലേ? മനഃപൂർവ്വം അല്ലല്ലോ, അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ലേ? അതുമല്ല, അന്നിച്ചായൻ നാട്ടിലും ഇല്ലായിരുന്നല്ലോ. എന്നാലും ഇച്ചായനെ ചതിച്ചതുപോലെ ആയില്ലേ? അങ്ങനൊന്നും ഇല്ലെന്നേ. അല്ല, ഇച്ചായൻ വേറെ എന്തൊക്കെയാ പറഞ്ഞത്? ആ, ഇച്ചായൻ നാട്ടിലേക്ക് വരുന്നുണ്ട് റോണിച്ച. ആഹാ, എപ്പോ? 2-3 മാസം കഴിയുമെന്നാ പറഞ്ഞത്. നാട്ടിൽ വന്നിട്ട് നമ്മളെ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പച്ചനെ അമ്മച്ചിയും എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാന്ന് ഇച്ചായൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഫുൾ ഹാപ്പി ന്യൂസ് ആണല്ലോ. അല്ല, ഇവിടെ ആരുടെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. എല്ലാരും ഇതെവിടെ പോയി? നീ ഇങ്ങോട്ട് വരുന്നത് അമ്മച്ചി കണ്ടില്ലേ? അതിന് അമ്മച്ചി ഇവിടെ ഇല്ലല്ലോ. അമ്മച്ചി എവിടെ പോയി? നമ്മുടെ ഇച്ചായനെ അടിച്ച ആ ചേച്ചി ഇല്ലേ, ആ ചേച്ചിയെ കാണാൻ വേണ്ടി അമ്മച്ചി ഇച്ചായനെയും കൂട്ടി പോയിട്ടുണ്ട്. ഓ, അപ്പൊ അപ്പച്ചനോ? അപ്പച്ചൻ പറമ്പിൽ കാണും. വാവ്, പെർഫെക്റ്റ് ടൈമിംഗ്. റോണിച്ച വേണ്ട. അതെ, ഇനി ഡയലോഗൊന്നും വേണ്ട. കർത്താവ് തമ്പുരാനെ എനിക്കായിട്ട് കരുതി വെച്ച ചാൻസ് ആയത്, അത് ഞാനെങ്ങനെ മിസ്സാക്കും ബേബി? റോണിച്ച ചേച്ചി. എന്താ മോളെ? ദേ, ചേച്ചിയെ കാണാനേ ആ ഇച്ചായൻ്റെ അമ്മച്ചി വന്നിരിക്കുന്നു. ഇച്ചായനോ? ഏത് ഇച്ചായൻ? ഇന്നലെ കവലയിൽ വെച്ച് ചേച്ചി അടിച്ചില്ലേ, ആ ഇച്ചായൻ്റെ. ഇനി തിരിച്ചു തല്ലാൻ വല്ലതും വന്നതാവോ ചേച്ചി? തിരിച്ചു തല്ലാനോ? നീ മാറിക്കേ, ഞാൻ നോക്കട്ടെ. ചേച്ചി, ദേ ഈ ചൂല് കയ്യിൽ വെച്ചോ. എന്നാത്തിനാടി? അല്ല, ഒരു സേഫ്റ്റിക്ക്. ഒന്നടങ്ങി നിൽക്കണ്ടേ സാമു. ഇനിയിപ്പോൾ അവർ തിരിച്ച് തല്ലാൻ വന്നതാണെങ്കിൽ തന്നെ അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അവളുടെ ഒരു ചൂല്. ഇത് മോളുടെ വീടായിരുന്നോ? അല്ല, ആരിത്? ത്രേസ്യാമ്മച്ചിയോ? അത് ശരി. അപ്പൊ ഇവ കൊച്ചായിരുന്നോ എന്റെ ചെക്കനെ എടുത്ത് പെരുമാറിയത്? അതമ്മച്ചി, അതൊരബദ്ധം പറ്റിയതാ. ഞാൻ ആളെ കണ്ട് സോറി പറയാനിരിക്കുമായിരുന്നു. ഓ, എന്നാത്തിന്? അവനെ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചു വെച്ച അടിയാ കൊച്ചു കൊടുത്തത്. അല്ലെങ്കിലും അവനൊരടിയുടെ കുറവുണ്ട്. ചേച്ചി. ഇസാമോ, ത്രേസ്യാമ്മച്ചി നിനക്കറിയില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പള്ളിയിൽ പരിചയപ്പെട്ട ഒരമ്മച്ചിയെ പറ്റി? ദേ, ഇതാണ് ആ അമ്മച്ചി. ഓ, ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അല്ല, മോളെന്തിനാ ഇപ്പൊ പഠിക്കുന്നത്? ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയറാ. അല്ല ഇവ കൊച്ചേ, നിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞമ്മച്ചി. അങ്ങനെ ബാംഗ്ലൂരിനോട് ബൈ ബൈ പറഞ്ഞു. ഇനി നാട്ടിലെവിടെങ്കിലും വർക്ക് ചെയ്യണം. അമ്മച്ചി വാ, ഇരിക്കേ. ഷെടാ, ഇതിപ്പോ കുറെ നേരം ആയല്ലോ അകത്തേക്ക് കയറിപ്പോയിട്ട്. ഇതിന് മാത്രം അമ്മച്ചിക്ക് എന്താ സംസാരിക്കാനുള്ളത്? എന്നാ ശരി മോളെ, ഞാൻ ഇറങ്ങട്ടെ. പിന്നെ നീ ഇടയ്ക്കൊക്കെ വീട്ടിലോട്ടും വായോ.
നിനക്ക് പറ്റിയ ഒരാളെ അവിടെ ഉണ്ട്. നിന്നെപ്പോലെ തന്നെ അതും ഒരു പാവമാ. ശരി അമ്മച്ചി, ഞാൻ വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവൻ എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. അയ്യോ, ആള് വന്നിട്ടുണ്ടോ? പുറത്ത് വണ്ടിയിലിരിപ്പുണ്ട്. ഞാൻ വിളിച്ചതാ, പക്ഷെ അവൻ വന്നില്ല. എന്നാ ഞാനും വരുന്ന അമ്മച്ചി. നേരിട്ട് കണ്ടൊരു സോറി പറയാതെ എനിക്കും ഇനി മനസ്സമാധാനം കിട്ടില്ല. അയ്യോ, അതൊന്നും സാരമില്ല എൻ്റെ കൊച്ചേ. ഏയ്, അത് വേണം. അമ്മച്ചി വാ. ഓ, കയറി ചെന്ന് നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ചിലപ്പോൾ എടുത്തെങ്ങാനും എറിഞ്ഞാലോ? അത് പിന്നെ അമ്മച്ചി വരുന്നുണ്ടോ? എനിക്ക് പോയിട്ട് വേറെ ജോലി ഉള്ളതാ. നിന്ന് തുള്ളാതെ ചെക്ക, ദാ വരുവാ. മോളെ, അമ്മച്ചി പോയിട്ട് വരാവേ. ശരി അമ്മച്ചി. മൊരടൻ ഒരു സോറി പറയാന്ന് വെച്ചപ്പോ ജാട കണ്ടില്ലേ? ഇനി എന്റെ പട്ടി പറയും സോറി. നീ എന്നതാ ത്രേസി ഈ പറയുന്നത്? ജോണിക്കുട്ടി ഈ കെട്ടിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അത് നല്ലൊരു കൊച്ചയച്ചായ. നിങ്ങളുടെ മോന്റെ കയ്യിലിരിപ്പിന് ഈ നാട്ടിൽ നിന്ന് അവന് നല്ലൊരു പെണ്ണിനെ കിട്ടുമോ? അവളെ നല്ല ഉഷിരുള്ള പെങ്കൊച്ച. നിങ്ങളുടെ മോനെ വരച്ച വരയിൽ നിർത്താൻ അവൾക്ക് പറ്റും. നീ പറയുന്നതൊക്കെ ശരിയാണെന്നിരിക്കട്ടെ, പക്ഷേ അത് അവനും കൂടെ തോന്നണ്ടേ? ഒന്നുമില്ലെങ്കിലും അവനെ കൈനീട്ടി അടിച്ച കൊച്ചല്ലേ, അതിനെ അവൻ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് അവനിവ കൊച്ചിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ. അവൾ അറിയാതെ തല്ലിയതാണെന്ന് അവനറിയാന്നും പറഞ്ഞതല്ലേ. പിന്നെന്താ പ്രശ്നം? ഓ ശരി, ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറ. കൂടുതലൊന്നും ചെയ്യണ്ട. സമയവും സന്ദർഭവും നോക്കി ഞാൻ ഇവ കൊച്ചിൻ്റെ കാര്യം അവനോട് പറയുമ്പോൾ ഇച്ചായൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഹാ, നീ എന്താന്ന് വെച്ചാ കാണിക്ക്. ഇപ്പൊ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഇച്ചായ എണീക്കിച്ചായ. ഓ, എന്നതാടാ കൊച്ചിനെ, നീ എന്തിനാ രാവിലെ കിടന്ന് ബഹളം വെക്കുന്നത്? കിട്ടി ഇച്ചായ, കിട്ടി. എന്നതാടാ കിട്ടിയത്? ചേട്ടത്തി ജോയിൻ ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് കിട്ടി ഇച്ചായ. ശരിക്കും? ഹാ, ദാ നോക്ക്, നമ്മുടെ കടുത്തുരുത്തിയിലുള്ള ഹോസ്പിറ്റലാ. നമ്മുടെ ചിട്ടിക്കമ്പനിയുടെ അടുത്തായതുകൊണ്ട് ഇനിയിപ്പോ ഇച്ചായൻ എപ്പോഴും ചേട്ടത്തിയെ കാണാലോ. ആ ഇച്ചായ, ഇന്ന് ചേട്ടത്തി ജോയിൻ ചെയ്യുമെന്നാ എനിക്കറിയാൻ പറ്റിയത്. ഇന്നോ? അല്ല, സമയം എത്രയായി? ഈശോയെ, 10 മണിയായോ? നീ പോയി വണ്ടി ഇറക്ക്, ഞാനേ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറി വരാം. എടാ, ഇനിയിപ്പൊ നിന്റെ ചേട്ടത്തി ഹോസ്പിറ്റലിൽ കയറി കാണുമോ? പിന്നെ കേറാതെ, സമയം നോക്കിച്ചായ, ഇപ്പൊ തന്നെ 11 മണിയായി. ഷേ, എത്ര ദിവസമായി അയാളെ ഒന്ന് കണ്ടിട്ട്. അന്ന് വീട്ടിൽ വെച്ച് കണ്ടതാ. ഇനിയിപ്പൊ എന്നതാടാ വർക്കിച്ചാ ചെയ്യാ? ഒരു വഴിയുണ്ട്. ഇത്തിരി കടന്ന കൈയാണ്, ബട്ട് സക്സസ് ആയ ചേട്ടത്തി അടുത്ത് നിന്ന് കാണാൻ പറ്റും. ഓ, എന്നതാണെങ്കിലും ഒന്ന് പറയടാ. ഇങ്ങനെ കുറെ മാരണങ്ങൾ വന്ന് കയറും വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്നതാ ചേച്ചി, എന്തു പറ്റി? ഓ, ഒന്നും പറയണ്ട കൊച്ചേ. ഒരുത്തം പനിയാണെന്നും പറഞ്ഞ് വന്ന് കയറിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നപ്പോഴോ ഞാൻ എടുക്കണ്ട, വേറെ ആരെങ്കിലും എടുത്താൽ മതിയെന്ന്. എന്നിട്ട്? എന്തേലും ആകട്ടെ എന്ന് വെച്ച് ഞാൻ ആ റോസിയെ പറഞ്ഞു വിട്ടതാ. പക്ഷേ അവളെടുക്കാനും അയാൾ സമ്മതിക്കുന്നില്ല. അതെന്താ? എനിക്കറിയാൻ പാടില്ല കൊച്ചേ. ഇവനൊക്കെ പനിയായിട്ട് വന്നതാണോ അതോ കഞ്ചാവടിച്ച് കിളി പോയി വന്ന് കയറിയതാണോ എന്ന് ആർക്കറിയാം. അല്ല, എന്നിട്ട് ആളെന്തേ? ഓ, ആ 305 ഇരിപ്പുണ്ട്. ഞാനിങ്ങ് പോരുന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ ഇത്രയും പേടിയുള്ള ആൾക്കാരോ?
ദേ വർക്കിച്ച, നീ പറഞ്ഞതുകൊണ്ടാ കൈവിട്ട കളിക്ക് ഞാൻ നിന്നത്. എന്നിട്ട് അവളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ചായനൊന്ന് വെയിറ്റ് ചെയ്യിച്ചായ, ചിലപ്പോഴേ ഇനി വരുന്നത് ചേട്ടത്തിയാവും. അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അവൻ്റെ ഒരു തൊലിഞ്ഞ ഐഡിയ. ഹേ, ഇയാളെന്താ ഇവിടെ? ആ ചേട്ടൻ അല്ല, നേഴ്സോ? ഓ, നശിപ്പിച്ച്. അത് ശരി, കവലയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നും തുടങ്ങിയോ? അത് പിന്നെ ഇച്ചായന് പനി ആയതുകൊണ്ടാ, സത്യമായിട്ടും. ഓ, എന്നിട്ട് ഇയാളെ കണ്ടിട്ട് പനിയുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. അത് ഉൾപ്പനിയാ. ഇച്ചായന് കിടങ്ങുന്നുണ്ട് അല്ല ഇച്ചായ? ആ ആ, കിടങ്ങുന്നുണ്ട്. അതെ, ആരായി ജോണി? ദേ ഇതാ സിസ്റ്ററെ. ആ, അങ്ങോട്ട് കയറി കിടക്ക്. എന്നതാ? തനിക്കല്ലേടോ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്, അങ്ങോട്ട് കയറി കിടക്കാൻ. വർക്കിച്ചോ? അത് പിന്നെ സിസ്റ്ററെ, ഇച്ചായനിതേ ഈ നേഴ്സ് ഇഞ്ചക്ഷൻ എടുത്താൽ മതി. ആ, അതെന്താ ഞാൻ എടുത്താല്? എൻ്റെ പൊന്ന് ചേച്ചി, ഇച്ചായനൊരു ഹാർട്ട് പേഷ്യൻ്റാ. ഇച്ചായൻ പറയുന്നത് കേട്ടില്ലെങ്കിലേ ടെൻഷൻ കൂടി വല്ല ബിപിയും കയറി ഇച്ചായൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ ചേച്ചി വന്ന് സമാധാനം പറയുമോ? ഇല്ലല്ലോ. അതുകൊണ്ടേ ഈ നേഴ്സ് ചേച്ചി ഇഞ്ചക്ഷൻ എടുത്തോളൂ. ഓ, തെണ്ടി, നശിപ്പിച്ച്. തനിക്കൊക്കെ എന്താടോ പ്രശ്നം? ഒരു പ്രശ്നവും ചേച്ചി. ചേച്ചി പൊക്കോ. ഇച്ചായനെ ഈ ചേച്ചി ഇഞ്ചക്ഷൻ എടുത്തോളൂ. ഞാനോ? അതെ, പ്ലീസ് ചേച്ചി, പറ്റില്ലെന്ന് മാത്രം പറയല്ലേ. ചേച്ചിയുടെ കയ്യിലാണ് എൻ്റെ ഇച്ചായൻ്റെ ജീവിതം ഇരിക്കുന്നത്. ഹേ, എന്തോന്ന്? അപ്പോൾ ഓക്കെ ചേച്ചി, ധൈര്യമായിട്ട് ഇഞ്ചക്ഷൻ എടുത്തോ. ചേച്ചി വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. ഇച്ചായ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓ, ഒന്ന് ഇറങ്ങി പോടാ കാല. കർത്താവേ, ഇതിപ്പോ നോക്കിക്കൊല്ലുമല്ലോ. പാൻസ് അഴിക്ക്. എന്നതാ? ആ പാൻറ് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കായിരുന്നു. പാൻറ്റോ? അയ്യേ. എന്താ ചെയ്യുന്നു? തനിക്കപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? അത് പിന്നെ കയ്യിലെടുത്താ പോരെ? തൻ്റെ ഇഷ്ടത്തിന് എടുക്കാനേ, ഇത് തൻ്റെ ബ്ലേഡ് കമ്പനിയല്ല. മര്യാദക്ക് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ നോക്ക്. എൻ്റെ കർത്താവേ, എന്നെ കാത്തോണേ. പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ ആ പാൻസ് അങ്ങോട്ട് താഴ്ത്ത്. അത് പിന്നെ സിസ്റ്റർ ഒന്ന് കണ്ണടയ്ക്കുവോ? കണ്ണടയ്ക്കാനോ? എന്നാത്തിന്? അല്ല, പാൻസ് അഴിക്കാൻ. ഷെടാ, ഇത് വലിയ മെനക്കേടായല്ലോ. ഓക്കെ, ടെൻഷൻ ആവണ്ട. അതെ. ഓ, ഇനി എന്നതാ വേണ്ടത്? അത് പിന്നെ പതിയെ കുത്തണേ. പിന്നെന്താ, ഞാൻ വളരെ പതിയെ കുത്തിത്തരാം. തനിക്കെന്റെ സോറി കേൾക്കാൻ പറ്റില്ലല്ലേ, ചാടത്തേണ്ടി. അമ്മച്ചിയെ, എന്റെ കർത്താവേ. എന്നതാ ഇച്ചായ, എന്നാ പറ്റി? ഈച്ച പറ്റി. ഈച്ച പറ്റിയെന്നോ? ഈച്ചായ, എവിടെ ഈച്ച പറ്റിയത്? കർത്താവേ, ക്ഷമ തരണേ. ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കടാ പുല്ലേ. അമ്മാ, വേദന ഉണ്ടോ ഇച്ചായ? ഉണ്ടോന്നോ? എന്റെ പിന്നാമ്പുറം അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കണ തെണ്ടി. അയ്യോ, പയ്യെ എഴുന്നേക്ക് ഇച്ചായ. അവന്റെ ഒരു ഒടുക്കത്തെ ഐഡിയ. അത് പിന്നെ ഇച്ചായനല്ലേ പറഞ്ഞത് ചേട്ടത്തിയെ കാണുമെന്ന്? മിണ്ടരുത് നീ. ഇനി നീ ആ വാ തുറന്ന ഇതുപോലത്തെ 10 കുത്ത് നിന്റെ പിന്നാമ്പുറത്ത് ഞാൻ എടുപ്പിക്കും. സോറി ഇച്ചായ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. എൻ്റെ കർത്താവേ, ഒരു കുത്തെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി എന്ത് നോക്കി നിൽക്കുക? പിടിച്ചോണ്ടങ്ങോട്ട് നടക്കടാ.
ഇച്ചായ അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാതുറന്ന് പറയടാ. അല്ല, എൻ്റെ കയ്യിൽ പുതിയൊരു ഐഡിയ ഉണ്ട്. അയ്യോ വേണ്ട, അവളിതേ ഇതിലേക്കൂടെ പോകുമ്പോൾ ഞാനങ്ങ് കണ്ടോളാം. പൊന്നുമ്മ കൂടുതൽ സഹായം ഒന്നും ചെയ്തു തരണ്ട. ഓ വേണ്ടെങ്കിൽ വേണ്ട, ഫ്രീ ആയിട്ടൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചപ്പോൾ പുച്ഛം. എന്നതാടി മോളെ, കുറേ ആയല്ലോ അങ്ങരുടെ ഈ വായ്നോട്ടം തുടങ്ങിയിട്ട്. വഴിയില്ലേ അങ്ങനെ പല വായ്നോക്കികളും കാണും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതെ, മോനവിടെ നിന്നേ. എന്നതാ എല്ലാവരും കൂടി ഒരു വട്ടമേശ സമ്മേളനം? ആ അതൊക്കെ ഉണ്ട്. നാളെ രാവിലെ നീ ഒന്ന് റെഡി ആയിരിക്കണം, നമുക്കൊരിടം വരെ പോകാനുണ്ട്. പോകാനോ? എവിടെ പോകാൻ? അതിച്ചാനെ കൊണ്ട് പെണ്ണ് കാണിക്കാൻ പോവാനാ. ബേബി, പെണ്ണ് കാണലോ? ആർക്ക്? എനിക്കോ? പിന്നല്ലാതെ, ഇവിടെ നീയല്ലേ ഉള്ളൂ ഒറ്റത്തടിയായിട്ട്. അതിനാരോട് ചോദിച്ചിട്ടാ എന്റെ പെണ്ണ് കാണൽ നിങ്ങൾ പ്ലാൻ ചെയ്തത്? ആ തൽക്കാലം ആരോടും ചോദിക്കാൻ തോന്നിയില്ല. അപ്പച്ചാ, എന്റെ പൊന്നു ജോണിക്കുട്ടി, ഈ കാര്യത്തിൽ ഞാൻ നിന്റെ അമ്മച്ചിയുടെ കൂടാ. ഞങ്ങളും. ഞാനങ്ങും വരില്ല എങ്ങോട്ടേക്കും. അപ്പച്ചനും അമ്മച്ചിയും തീരുമാനിച്ചല്ലേ, അതുകൊണ്ട് നിങ്ങൾ അങ്ങ് പോയി കണ്ടോ. നാളെ നമ്മളെല്ലാവരും ഒരുമിച്ചാ പോകുന്നത്. കൃത്യം 10 മണിക്ക് നീ റെഡി ആയിരിക്കണം. ദാ പെൺകൊച്ചിന്റെ ഫോട്ടോ. എനിക്കെങ്ങും വേണ്ട. പിടിക്കടാ അങ്ങോട്ട്. ഇതെന്ത് കഷ്ടവാ. എങ്ങനുണ്ട് അമ്മച്ചിയുടെ സെലക്ഷൻ? അത് വളരെ ബോറായിട്ടുണ്ട്. ഓ, എന്നാലേ നമുക്ക് പെണ്ണ് കാണലങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം, അല്ലേ ചായ? അവന് താല്പര്യമില്ലെങ്കിൽ വേണ്ടടോ. എന്നാ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞേക്കാം. അത് വേണ്ട മച്ചി. ഇപ്പൊ എന്നാ പറ്റി? നിനക്കല്ലേ പെണ്ണ് കാണാൻ വയ്യെന്ന് പറഞ്ഞത്? അല്ല, അമ്മച്ചി ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, വേണമെങ്കിൽ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഓ, എൻ്റെ കുഞ്ഞ് അത്രയ്ക്ക് ബുദ്ധിമുട്ടണ്ട. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മച്ചിയുടെ ആഗ്രഹമല്ലേ, അതിന് ഞാൻ ഇനി നിന്ന് തന്നില്ലെന്ന് വേണ്ട. അല്ലാതെ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഓവ, അതുകൊണ്ടായിരിക്കും വഴിനീളെ നിന്ന് അവളെ വായി നോക്കുന്നത്. വായി നോക്കിയെന്നോ? ആര്? ഞാനോ? എൻ്റെ മോൻ്റെ അറിവിലേക്ക് അമ്മച്ചി ഒരു കാര്യം പറയാം. നിന്നെ തല്ലിയതേ ഇവക്കൊച്ചാണെന്ന് അറിഞ്ഞ അന്ന് തന്നെ നിന്റെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞതാ എനിക്ക് അവളെ മരുമകളായിട്ട് വേണമെന്ന്. പക്ഷേ നിനക്കതിൽ താല്പര്യമില്ലെന്ന് വിചാരിച്ചാ ഞങ്ങളത് പറയാതിരുന്നത്. എങ്ങനെയെങ്കിലും പയ്യെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ മനസ്സിൽ കണ്ടപ്പോഴേ നീ അത് മാനത്ത് കണ്ടില്ലേ. എടാ മോനെ ജോണിക്കുട്ടാ, നീ അവളുടെ പിറകെ നടക്കുന്നതും പിന്നെ ആ ഹോസ്പിറ്റലിൽ കയറി നിരങ്ങുന്നതൊക്കെ ഞങ്ങൾ അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? എന്നാലേ അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണകളാ. നിന്റെ ചുറ്റിക്കളിയൊക്കെ ഇവിടെ എല്ലാവരും അറിയുന്നുണ്ട്. അമ്മച്ചി എന്നതൊക്കെ ഈ പറയുന്നത്? എനിക്കങ്ങനൊന്നുമില്ല. ഇച്ചായ, ഇനി കിടന്നുരുണ്ട് കളിക്കണ്ട. ഇച്ചായൻ്റെ വർക്കിച്ചനാ ചേച്ചിയുടെ കാര്യം അമ്മച്ചിയോട് പറഞ്ഞത്. എടാ ദുഷ്ടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. നിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ അവൻ. അതാ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആലോചന വന്നപ്പം ഞാൻ അവനോട് തന്നെ ആദ്യം ഇതേപ്പറ്റി സംസാരിച്ചത്. പിന്നെ അത്യാവശ്യം ബോധമുള്ളത് കൊണ്ട് ചെക്കന് കാര്യം മനസ്സിലായി. അതുകൊണ്ടാ എല്ലാം മണിമണി പോലെ അവൻ പറഞ്ഞത്. എൻ്റെ കർത്താവേ, ഭൂമി തുറന്നങ്ങ് പാതാളത്തിലേക്ക് പോയാൽ മതിയായിരുന്നു. എന്നാ പറഞ്ഞതുപോലെ
രാവിലെ കൃത്യം 10 മണിക്ക് റെഡി ആയിരിക്കണം. അപ്പം ശരി, എന്നാൽ ഞങ്ങളും പോയി കിടക്കട്ടെ. സമയം ഒരുപാടായില്ലേ. ബേബി വാ. എങ്ങോട്ട്? കയറി പോടാ നിന്റെ മുറിയിൽ. കൊച്ചേ, നീ നിന്റെ റൂമിലേക്ക് പോ, ഞാനങ്ങ് വന്നോളാം. ഓ, തള്ള സമ്മതിക്കൂല. എന്നാ ശരി, പൊന്നുമോൻ പോയി കിടക്ക്. അധികം ഉറക്കം കളയാൻ നിൽക്കണ്ട. അമ്മച്ചി. ഓ, പറഞ്ഞോ. അത് പിന്നെ ഞാൻ പിറകെ നടക്കുന്ന കാര്യേ. അവൾക്കറിയില്ലെന്നല്ലേ? അതെ. ഞാനായിട്ട് എന്തായാലും പറയില്ല. അതോർത്ത് പൊന്നുമോൻ ഇടങ്ങേറാവണ്ട. അല്ല, അതുമാത്രമല്ല. ഓ, പിന്നിനി എന്താണാവോ? അത് പിന്നെ ഇതൊരു അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞാൽ മതി അവരോട്. എൻ്റെ കാര്യമൊന്നും പറയല്ലേ. ഒരു ഫോട്ടോ എടുത്ത് വെച്ചായ നിങ്ങളുടെ മോന് ഇതുപോലൊരവസരത്തിൽ ഇനി കിട്ടില്ല. അമ്മച്ചി. എന്തായാലും ഞങ്ങളായിട്ടൊന്നും പറയില്ല. അറേഞ്ച് മാരേജ് എങ്കിൽ അറേഞ്ച് മാരേജ്. നീ ഒന്ന് കെട്ടി കണ്ടാ മതി. താങ്ക്സ് അമ്മച്ചി. മോളെ, ചേച്ചി റെഡിയായോ? ആ അപ്പച്ച, ചേച്ചി എപ്പോഴും റെഡിയാ. അതെ, ഒരുപാട് മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എൻ്റെ ചേച്ചി സുന്ദരിക്കുട്ടിയല്ലേ. ഒന്ന് പോ പെണ്ണേ, ഇത്തിരി പൗഡർ ഇട്ടതല്ലേ മേക്കപ്പ്. ചേച്ചി, ഇനിയിപ്പോ ലച്ചു പറഞ്ഞതുപോലെ അന്നാ ചേട്ടനെ തല്ലിയ ദേഷ്യത്തിൽ റിവഞ്ച് ചെയ്യാൻ വല്ലതും ആവോ ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ചത്? എൻ്റെ പൊട്ടിപ്പെണ്ണെ, അങ്ങനൊന്നും ഇല്ലെന്ന് നിന്നോട് എത്ര പ്രാവശ്യം ചേച്ചി പറഞ്ഞു. പിന്നെ ഇത് ജസ്റ്റ് ഒരു പെണ്ണ് കാണലല്ലേ, അല്ലാതെ നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. അത് ശരിയല്ലേ, ഞാനെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? മക്കളെ, അവരിതേ എത്തി. നിങ്ങൾ താഴേക്ക് വാ. ഹായ് ചേച്ചി. ഹായ്. ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? മെർലിൻ അല്ലേ? അമ്മച്ചി പറഞ്ഞ് അവിടെ എല്ലാവരും എനിക്ക് നന്നായിട്ടറിയാം. അല്ല കറിയാച്ചാ, കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ അല്ലേ? അതെ മോളെ, പോയി സംസാരിച്ചിട്ട് വാ. അതെ, ഈ വാഷ്റൂം എവിടെയാ? അത് പിന്നെ ഈ വഴി പോയാൽ മതി. ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വാടാ. ദേ, ഇതാ വാഷ്റൂം. അങ്ങനെ അങ്ങ് പോകാതെടോ, അവിടെ നിന്ന് നിന്നേ. എന്താ? എൻ്റെ ഇച്ചായനെ തൻ്റെ ചേച്ചി ശരിക്കും ഇഷ്ടമാടോ. എന്നതാ? താനിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് തൻ്റെ ചേച്ചി അടിച്ചതിനുള്ള റിവഞ്ചൊന്നും അല്ല ഈ പ്രപ്പോസല്. എൻ്റെ ഇച്ചായന് തൻ്റെ ചേച്ചി ശരിക്കും ഇഷ്ടമാണ്. അതെ, എൻ്റെ അമ്മച്ചി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പെണ്ണ് കാണലിന് സമ്മതിച്ചത്. അല്ലാതെ എനിക്കിതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഓ, അങ്ങനെ. എന്നിട്ട് തന്നെ മരുമകളായിട്ട് വേണമെന്ന് അമ്മച്ചി ഒരാഗ്രഹം പറഞ്ഞപ്പോൾ എനിക്കതിനെതിര് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈശോയെ, ഇനി എന്തു പറയും? എന്താ പറയാനുള്ള ബാക്കി ഡയലോഗൊക്കെ മറന്നുപോയോ? മറക്കാൻ അതിനിത് എക്സാം ഒന്നും അല്ലല്ലോ. അതെ അതെ. അമ്മച്ചി ആയുധമാക്കാം, എന്നാലേ രക്ഷയുള്ളൂ. അതെ, എൻ്റെ അമ്മച്ചി പറയുന്നതെന്തോ അനുസരിച്ച് എനിക്ക് ശീലമുള്ളൂ. പിന്നെ പഴയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടുമില്ല. ഞാനും. ഓ, അപ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലേ. മാരേജ് കഴിഞ്ഞ് ഞാൻ പ്രതികാരം ചെയ്യാൻ നിന്നാലോ? അങ്ങനെ തനിക്ക് തോന്നുവാണെങ്കിലേ
സർജറിക്ക് ഉപയോഗിക്കുന്ന നല്ല ബ്ലേഡ് ഉണ്ട്. അത് വെച്ച് കഴുത്ത് ഞാൻ നൈസായിട്ട് അങ്ങ് കണ്ടിക്കും. സബാഷ്. എടാ ജോണി, നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അല്ല, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ആഹ്, ഒന്നുമില്ല. വരട്ടെ. അതെ, ആ അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ ബാക്കി കൂടെ പറയട്ടെ. നിങ്ങളിവിടെ വരുന്നത് വരെ ഈ മാരേജ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. എന്നാലേ ഇപ്പം അതിനെനിക്കൊരു ഉത്തരവുണ്ട്. കറിയാച്ചൻ മകൾ ഇവാമറിയത്തെ കെട്ടാൻ മാളിയേക്കൽ വീട്ടിലെ ജോണി വിൻസെന്റ് തരകനെ അങ്ങ് തയ്യാറായിക്കോ. അപ്പൊ എങ്ങനാ, റിവഞ്ച് ചെയ്യാൻ റെഡിയല്ലേ? ഒരാവേശത്തിന് എടുത്തു ചാടിയിട്ട് പണി വാങ്ങണോ മറിയാമ്മേ? ഹാ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പണി വേണ്ടേ ജോണിക്കുട്ട? അല്ല, ഇതുവരെ കഴിഞ്ഞില്ലേ നിങ്ങളുടെ സംസാരം? ബാക്കിയൊക്കെ ഇനി പിന്നാവാം. രണ്ടുപേരും വാ. യെസ്, കർത്താവേ നിനക്ക് സ്തുതി.